പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനായിരുന്നത് കൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ആഗ്രഹമില്ലാതെ ഇരുന്നത് കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചു. ഗൂഢമായി അവളെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പിന്നെ വായിക്കും. എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കാനാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിൽക്കട്ടെ അവിടെ. ശ്രദ്ധിക്കണം, ഇത് ബൈബിൾ ഒരു പ്രത്യേക രീതിയിൽ പഠിക്കുന്നതിന് ഞാൻ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുകയാണ്. ഇപ്പം ഇവിടെ ഈ സംഭവത്തിൽ നമ്മളിപ്പോൾ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് പ്രവാചകൻ മുഖേന പറഞ്ഞത് പൂർത്തിയാക്കാൻ വേണ്ടിയായിരുന്നു. ഒന്ന് പറഞ്ഞെല്ലാവരും, കർത്താവ് പ്രവാചകൻ മുഖേന പറഞ്ഞത്. ഇവിടെ നമുക്കൊരു എൻക്വയറി, ഒരു റിസർച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഏത് പ്രവാചകൻ, എന്ന്, എത്ര വർഷം മുമ്പ് ഇത് പറഞ്ഞു, ഏത് പ്രവാചകൻ? അപ്പൊ അത് ശ്രദ്ധിക്കണം. ഇപ്പൊ ആ 1:23 ആ ബൈബിളിന്റെ ഫുട് നോട്ടിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ നോക്കിയേ, ഏത് പ്രവാചകൻ? അപ്പൊ എവിടെയെല്ലാം ഇങ്ങനെ പ്രവാചകൻ മുഖേന അരുളി ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ, ആ വചനത്തിന്റെ ആ ബൈബിൾ ആ പേജിന്റെ താഴെ ഫുട് നോട്ടിൽ അതേത് പ്രവാചകൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. യു ഗോട്ട് മൈ പോയിന്റ്? മനസ്സിലായോ? ഇനി നമ്മൾ ആ യേശയ്യായിലേക്ക് പോകണം. ആ 7:14 വായിക്കുന്നതിന് മുൻപ് ആദ്യമായിട്ടൊന്ന് യേശയ്യ ഏത് വർഷത്തിലാണ് ജീവിച്ചതെന്ന് മനസ്സിലാക്കണം. എന്നാ ജീവിച്ചത് എങ്ങനെ അറിയാം? യേശയ്യായുടെ പുസ്തകത്തിന്റെ ആമുഖത്തിൽ നോക്കിയാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും യേശയ്യ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്. BC 740-700. അതായത് ക്രിസ്തുവിന് ഏതാണ്ട് 725 വർഷം മുൻപ് ഉണ്ടായിരുന്ന പ്രവാചകനാണ് യേശയ്യ. ഇപ്പൊ ഒരു കണക്ക് കിട്ടിയില്ല ഇപ്പൊ, ഇല്ലേ? അപ്പൊ 740 വർഷം മുൻപ് കർത്താവ് യേശയ്യായിലൂടെ പ്രവചിച്ചത വചനമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്, മറിയത്തിൽ പൂർത്തിയായിരിക്കുന്നത്. ഇനി ആ വചനം എക്സാക്ട് ഒന്ന് എടുത്ത് വായിക്കുക. 7:14 യേശയ്യായിൽ വായിക്കുക. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യുവതി ഗർഭം ധരിച്ച്, അതായത് വെർജിൻ വിൽ കൺസീവ്. വെർജിൻ, അവൾ കന്യക ആയിരിക്കെ അവൾ ഗർഭം ധരിക്കും. ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അവളുടെ കന്യകാവ്രതം പോയില്ലേ എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ ഇതൊരു പ്രത്യേക അടയാളമാണ്, കന്യക. അപ്പോൾ അതെങ്ങനെ ഇത് സംഭവിക്കും? അത് സംഭവിച്ചത് എങ്ങനെയാണ്? അപ്പോൾ കന്യക ഗർഭം ധരിച്ചത്. ഇപ്പോൾ ഇവിടെ ഇനി മത്തായിലേക്ക് വീണ്ടും വരിക. ഇപ്പൊ ഇവിടെ നോക്കുന്നു, കന്യക എങ്ങനെ ഗർഭം ധരിച്ചത്? പരിശുദ്ധാത്മാവിലൂടെ ഗർഭം ധരിച്ചു. അതായത് she was conceived through the power of the Holy Spirit, not through like any other female. ഒരു അവളുടെ വെർജിനിറ്റി നിലനിൽക്കെ
അതിൻ്റെ ആസ്പെക്റ്റ് അല്ല ഇവിടെ നമ്മുടെ പ്രധാന വിഷയം. 725 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയായിരിക്കുന്നു എന്ന ബോധ്യമാണിപ്പോൾ ജോസഫിന് മാലാഖ കൊടുത്തത്. മാലാഖയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, അവള് പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. പക്ഷെ അപ്പോഴും ആ വിശ്വാസം അതിൻ്റെ ഫുൾനെസ്സിലേക്ക് വരില്ല. വിശ്വാസത്തിൻ്റെ ഫുൾനെസ് അവിടെ വരുന്നത്, ശ്രദ്ധിക്കണം, മാലാഖ പറയുകയാണ് ഔസേപ്പിനോട്, ഇത് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ പ്രവാചക ഗ്രന്ഥങ്ങളൊക്കെ അവർക്ക് ബൈഹാർട്ടാണ്. ആർക്ക്? മാതാവിനും ഔസേപ്പ് പിതാവിനും ഇസ്രായേലുകാർക്ക് മുഴുവനും. അപ്പോൾ ഉടനെ ജോസഫിന് മനസ്സിലായി, ഇതാണ് ആ യേശയ്യായി പറഞ്ഞ കാര്യം, ഇത് സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അത് കൃത്യമായി ജോസഫിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്. യേശയ്യായി പറഞ്ഞത് ഇവിടെ പൂർത്തിയായിരിക്കും. യേശുവിന് 725 വർഷം മുമ്പ് യേശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞത് ഇവിടെ മറിയം ഗർഭം ധരിച്ചതിലൂടെ പൂർത്തിയായിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ എന്തോ ഒരു കാൽക്കുലേഷൻ അകത്ത് വന്നോ ഇല്ലയോ? ഇല്ലേ? സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ യു. എന്തുകൊണ്ടാണ് ഹാപ്പനിങ്? ഈ 725 വർഷം മുമ്പ് ആരിലൂടെയാണ് ഇത് പറഞ്ഞത്? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണല്ലോ ആ പ്രവചനം ഉണ്ടായത്. ആ പ്രവചനം പരിശുദ്ധാത്മാവ് തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോ. എങ്ങനെ? പരിശുദ്ധാത്മാവിലൂടെ മറിയം ഗർഭം ധരിച്ചുകൊണ്ട്. എന്നിട്ട് ആ പരിശുദ്ധാത്മാവ് തന്നെ ഇപ്പോ ജോസഫിന് ഈ ബോധ്യം കൊടുക്കുകയാണ്, നിന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഇത് ആ പ്രവചനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് സംഭവിച്ചത്. ഓക്കെ, ഇനി തുറന്നു വായിക്കാം. അടുത്ത അധ്യായത്തിലേക്ക് പോവുക. 2-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കാം. അപ്പോൾ ഹേരോദേസ് ആകെ നടുങ്ങി. ഹേരോദേസും അവിടെ ജൂദയ മുഴുവനും നടുങ്ങി. എന്നിട്ട് ചോദിച്ചു, ഇതെവിടെ അറിയാൻ പറ്റും? പക്ഷേ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജ്ഞാനികൾക്കും പുരോഹിതന്മാർക്കും അറിയാം. എന്താ പറഞ്ഞിരിക്കുന്നത്? യൂദയായിലെ ബേത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഇനി നിങ്ങൾ അന്വേഷിക്കുക, ഏത് പ്രവാചകനാണ്, എന്നാണത് എഴുതിയിരിക്കുന്നത്. നോക്കിയേ, വാട്ട് ഈസ് ദേർ? എത്രാമത്തെ വചനമാണത്? 1:5. അതെ. അപ്പൊ മിക്ക 5-ാം അധ്യായത്തിൽ 1. അപ്പൊ ഇനി 2. ഇനി നമുക്ക് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിലേക്ക് പോയിട്ട് എന്നാണ് മിക്ക ജീവിച്ചതെന്ന് പഠിക്കുക. എന്നാണ് മിക്ക പ്രവാചകൻ ജീവിച്ചിരുന്നത്? വെരി ഗുഡ്. അപ്പോൾ മിക്കായും ഏതാണ്ട് ഏഷ്യായുടെ അതേ കാലഘട്ടത്തിൽ തന്നെ ഉള്ള ആളാണ്. 750-നും 687. അപ്പോൾ ക്രിസ്തുവിന് ഏകദേശം 725 ചില്ലാനം വർഷം മുമ്പ് ജീവിച്ചിരുന്ന മിക്ക, ആ മിക്ക പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുള്ളതാണ്, എവിടെയായിരിക്കും ഈ രാജാവ് ശിശു ജനിക്കുക?
എത്ര ആക്യുറേറ്റ് ആയിട്ടാണത്. യൂദയായിലെ ബേത്ലഹേം. ഇനി നമുക്ക് ആ മിക്കായിൽ പോയിട്ടൊന്ന് വായിച്ചേ. മിക്കായിൽ ഒന്ന് പോയിട്ട് വായിച്ചത്. ബേത്ലഹേം എഫ്രാത്ത യൂദാഭവനങ്ങളിൽ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അവൻ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. ആരായിരിക്കും യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവൻ? ഓക്കെ, കിട്ടിയോ? അവിടെ റെഫറൻസ് ഉണ്ടോ സണ്ണിയുടെ ബൈബിളിൽ? ഇല്ല. അത് POC അല്ല ബ്രദറെ, അതുകൊണ്ടാണ്. ഇത് വേറെ ബൈബിളാ. അപ്പൊ നമ്മളൊരു നല്ല ബൈബിൾ മേടിക്കണം. അല്ല, എൻ്റെ ഉണ്ട്, ഞാൻ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത്. അതെ. അപ്പോൾ ഒരു റെഫറൻസ് ബൈബിളിൽ ഇങ്ങനെയുള്ള ക്രോസ് റെഫറൻസ് എല്ലാം ഉണ്ടാവും. POC ബൈബിളിലുണ്ട്. അതുകൂടാണ്ട് ഇംഗ്ലീഷിലെ ഒരു റെഫറൻസ് ബൈബിൾ ഉണ്ടായിരിക്കണം, നല്ലതാണ്. ന്യൂ അമേരിക്കൻ ബൈബിൾ ഒരു നല്ല റെഫറൻസ് ബൈബിളാണ്. ന്യൂ അമേരിക്കൻ ബൈബിൾ, കാത്തലിക് ബൈബിൾ. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ബോധ്യം കണ്ടില്ലേ? ആ എക്സാക്റ്റ് ഉണ്ണി ഈശോ എവിടെ ജനിക്കും എന്നതിനെ കുറിച്ചുള്ള എക്സാക്റ്റ് കാര്യം 700 ചില്ലാനം വർഷം മുമ്പേ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ പൂർത്തിയാകുകയാണ്. അത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് പാവം മാതാവും ഔസേപ്പിതാവും എല്ലാം ബത്ലഹേമിലേക്ക് വരേണ്ടി വന്നതും അവിടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായതുമെല്ലാം, അല്ലേ? രാജാക്കന്മാരെ വരെ ആ ബത്ലഹേമിലേക്ക് കൊണ്ടുവന്നു. കർത്താവ് അരുളി ചെയ്തവ പൂർത്തിയായോ ഇല്ലയോ? പൂർത്തിയായോ? എന്തൊന്നും ഉണ്ടാക്കേ? ഓക്കെ, ഇനി അടുത്ത് തുറന്ന് വായിക്കാം. അടുത്ത സംഭവം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വേണം 15 മുതൽ വായിച്ചു എന്ന്. ഹെരോദസിന്റെ മരണം വരെ അവിടെ വസിച്ചു. ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകരുടെ കർത്താവ് അരുളി ചെയ്ത് പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഹോസിയ 11:1. ഈജിപ്തിനല്ലേ മിസ്രൈമും. അവിടെ അതിന്റെ 2 വചനം മുമ്പ് മുതൽ വായിച്ചേ. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അവന്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് രാത്രിയിൽ തന്നെ പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. ഹേരോദാവിന്റെ മരണം വരെ അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു വരുത്തിയെന്ന് യഹോവ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത്. ഓക്കെ, ഇത് എല്ലാവരും വായിച്ചു, എല്ലാവരും മനസ്സിലായില്ലേ? എല്ലാവരുടെയും ബൈബിളിൽ കണ്ടില്ലേ അത്? ഇനി ആ എന്ന് അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയേ. അപ്പൊ ഏത് പ്രവാചകൻ? ഹോസിയ. വചനം കിട്ടിയല്ലോ, എല്ലാവരുടെയും ഫുട് നോട്ടിൽ കിട്ടിയല്ലോ ഇത്. ഹോസിയ 11. ഇനി ഹോസിയ പ്രവാചകൻ ഏത് കാലഘട്ടമാണ് ജീവിച്ചതെന്നൊന്ന് അന്വേഷിക്കണം. ഹോസിയ ജീവിച്ചത് എന്താണെന്നും ഹോസിയ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും എക്സാക്ട് ഹോസിയയുടെ പുസ്തകത്തിൽ പോയി വായിക്കുക. ഓക്കെ, എന്താണ് ഹോസിയ ജീവിച്ചിരുന്നത്? അല്ലല്ല, ആദ്യം ഹോസിയ ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചതെന്ന് മനസ്സിലായി. കണ്ടോ? ഓൾമോസ്റ്റ് സെയിം. ഓ, അപ്പൊ ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് മുമ്പ് 754. ഓക്കെ, അപ്പം അവിടെ ആ പറഞ്ഞ കാര്യവും എന്തോ ഒരു കൃത്യമായിട്ട് അന്ന് തന്നെ കുഞ്ഞിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ഇത് നിറവേറ്റാൻ വേണ്ടി, ഈ പ്രവചനങ്ങൾ നിറവേറ്റാൻ വേണ്ടി. ഓക്കെ, അത് നിറവേറിയോ ഇല്ലയോ? ആ മിക്കായിലൂടെ പ്രവചിച്ചത് നിറവേറിയോ ഇല്ലയോ? ഞാനിത് പല പ്രാവശ്യം ഇങ്ങനെ പറയുന്നത്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ കർത്താവ് അരുളി
ചെയ്ത കാര്യങ്ങൾ യഥാസമയം നിറവേറും. ഇപ്പൊ നമുക്ക് ഇനി അതിന്റെ അടുത്ത വചനം അടുത്ത എന്താ? ഇതിപ്പോ എവിടെ എത്തി? 7:18. 2:15 വായിച്ചു കഴിഞ്ഞപ്പോ 16. ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കിയേ, ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊല. രാമയിൽ ഒരു സ്വരം, വലിയ കരച്ചിലും പുറവിളിയും. റാഹേൽ സന്താനങ്ങളെ കുറിച്ച് കരയുന്നു. അവളെ സ്വാതന്ത്ര്യപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെറോദസിന്റെ മരണത്തിന് ശേഷം അല്ല, അതിനു മുമ്പ് പറഞ്ഞിട്ടില്ല, അത് ജെറമിയ പ്രവാചകനിലൂടെ പറഞ്ഞത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെന്ന്. അപ്പൊ അത് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജെറമിയ തന്നെയാണെന്നില്ലേ? അപ്പൊ അതും ഇവിടെ പൂർത്തിയായി. അതെ. ഇനി തുറന്ന് വായിക്കാം. അതിനെ വേറെ അടുത്ത ഏതാ അതിനകത്ത് പ്രവാചകൻ പറഞ്ഞേക്കണ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗമുണ്ട്. 23 അവൻ നസ്രായൻ. അപ്പൊ അതിനെ ഒരു 20 മുതലൊന്ന് വായിച്ചേ. എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി